ഡിയർ സ്റ്റുഡൻസ്, മാർക്കറ്റിംഗ് മാനേജ്മെൻറ്റിലെ പ്രൈസിംഗ് എന്ന് പറയുന്ന ചാപ്റ്ററാണ് നമ്മൾ പുതിയതായിട്ട് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. പ്രൈസിംഗ്. പ്രൈസ് ഈസ് ദി എമൗണ്ട് പെയ്ഡ് ബൈ ദി ബയർ ടു ദി സെല്ലർ ഫോർ എ പ്രൊഡക്റ്റ്. ബയർ സെല്ലറിൽ നിന്നും ഒരു പ്രൊഡക്റ്റ് വാങ്ങിക്കുമ്പോൾ കൊടുക്കുന്ന എമൗണ്ടിനെയാണ് നമ്മൾ എന്ത് പറയുക, പ്രൈസ് എന്ന് പറയുക. പ്രൈസിംഗ് ഈസ് ദി ഫങ്ഷൻ ഓഫ് ഡിറ്റർമൈനിങ് ദി പ്രൊഡക്റ്റ് വാല്യൂ ഇൻ ടേംസ് ഓഫ് മണി ബിഫോർ ഇറ്റ് ഈസ് ഓഫേർഡ് ടു കൺസ്യൂമർ ഫോർ സെയിൽ. ഒരു പ്രൊഡക്റ്റ് മാർക്കറ്റിൽ സെയിൽ നടക്കുന്നതിന് മുന്നേ ആ പ്രൊഡക്റ്റിൻ്റെ വാല്യൂ മോണിറ്ററി വാല്യൂവിലേക്ക്, അതായത് പണത്തിൻ്റെ ബേസിൽ, പണത്തിൻ്റെ ടേമിൽ ഡിറ്റർമൈൻ ചെയ്യുന്ന ഒരു ഫങ്ഷനാണ് ഇത് പ്രൈസിംഗ് എന്ന് പറയുന്നത്. ഒരു പ്രൊഡക്റ്റ് സെയിൽ ചെയ്യുന്നതിന് മുന്നേ ആ പ്രൊഡക്റ്റിൻ്റെ വാല്യൂവിനെ അല്ലെങ്കിൽ ആ പ്രൊഡക്റ്റിൻ്റെ മൂല്യത്തെ എന്ത് ചെയ്യാണ്, പൈസയിലേക്ക് കൺവേർട്ട് ചെയ്യാണ്, അതായത് ക്യാഷിലേക്ക് കൺവേർട്ട് ചെയ്യാണ്. അതിനെയാണ് നമ്മൾ എന്താ പറയുക, പ്രൈസിംഗ് എന്ന് പറയുക. നമുക്കറിയാം, കുറച്ച് കാലങ്ങൾക്ക് മുന്നേ എന്തായിരുന്നു, ഇവിടെ ബാർട്ടർ സിസ്റ്റം ആയിരുന്നു അല്ലേ. ബാർട്ടർ സിസ്റ്റം ആയിരുന്ന സമയത്ത് എന്തായിരുന്നു, ആൾക്കാരുടെ തൻ്റെ കയ്യിലുള്ള പ്രൊഡക്റ്റ് കൊടുത്തുകൊണ്ട് അത്യാവശ്യമായിട്ടുള്ള പ്രൊഡക്റ്റ് വാങ്ങിക്കുകയായിരുന്നു ചെയ്തിരുന്നത്. അവിടെ എക്സ്ചേഞ്ച് ചെയ്തുകൊണ്ടിരുന്ന എന്തായിരുന്നു, പ്രൊഡക്റ്റ് തന്നെയാണ് എക്സ്ചേഞ്ച് ചെയ്തുകൊണ്ടിരുന്നത്. അത് മാറിയിട്ട് ആ പ്രൊഡക്റ്റിന് പകരം പ്രൊഡക്റ്റ് തന്നെ ഡെലിവറി ചെയ്യാതെ ആ പ്രൊഡക്റ്റിന് തുല്യമായിട്ട് ഒരു മോണിറ്ററി അല്ലെങ്കിൽ പണത്തിൻ്റെ അളവ് സെറ്റ് ചെയ്യാണ്. ആ പ്രൊഡക്റ്റിന് തുല്യമായിട്ടുള്ളൊരു ക്യാഷ് അല്ലെങ്കിൽ മണി അവർ സെറ്റ് ചെയ്ത് വെക്കുകയാണ്. അതിനെയാണ് സിമ്പിളായിട്ട് എന്ത് പറയുന്നത്, പ്രൈസിങ് എന്ന് പറയുന്നത്. ആ പ്രൊഡക്റ്റിൻ്റെ വാല്യൂവിന് തുല്യമായിട്ടുള്ള ആ പ്രൊഡക്റ്റിൻ്റെ വാല്യൂവിനെ ക്യാഷിൽ എക്സ്പ്രസ് ചെയ്യാണ്. അതിനെയാണ് എന്ത് പറയുക, സിമ്പിളായിട്ട് പ്രൈസിംഗ് എന്ന് പറയാം. ഇൻ ദി വേർഡ്സ് ഓഫ് ഡേവിഡ് ജെ ഷ്വാർട്സ്, പ്രൈസ് ഈസ് ദി മണി യു പേ ഫോർ എനി പ്രൊഡക്റ്റ് ഓർ സർവീസ്. ദി നെയിം മേ ബി ഡിഫറൻറ്റ്, ലൈക്ക് ട്യൂഷൻ ഫീ, കോളേജ് ഫീ, ഹോട്ടൽ താരിഫ്, ഇൻഷുറൻസ് പ്രീമിയം, ഇൻട്രസ്റ്റ് ചാർജസ്, റെൻറ്റ്, ലീസ് റെൻ്റൽസ്, കൺസൾട്ടൻസി ഫീ, സാലറി, കമ്മീഷൻ, വേജ്. ബട്ട് ഇറ്റ് മീൻസ് ദി സെയിം. ഡേവിഡ് ജെ ഷ്വാർട്സ് എന്ന് പറഞ്ഞ ആളുടെ വേർഡ്സിൽ അയാൾ പ്രൈസിങ്ങിനെ ഡിഫൈൻ ചെയ്തിട്ടുള്ളതാണ്. പ്രൈസ് എന്ന് പറയുന്നത് നമ്മൾ പ്രൊഡക്റ്റോ സർവീസോ വാങ്ങിക്കുമ്പോൾ നമ്മൾ പേ ചെയ്യുന്ന, നമ്മൾ അങ്ങോട്ട് കൊടുക്കുന്നത് മണീനെ അല്ലെങ്കിൽ ക്യാഷിനെയാണ് എന്ത് പറയുന്നത്, പ്രൈസ് എന്ന് പറയുന്നത്. പ്രൈസിൻ്റെ നെയിം എന്ന് പറയുന്നത് ഡിഫറൻ്റ് ആയിരിക്കും. എന്തൊക്കെയാവാം, കോളേജ് ഫീ എന്ന് പറയാം, ട്യൂഷൻ ഫീ എന്ന് പറയാം, സാലറി എന്ന് പറയാം, കമ്മീഷൻ എന്ന് പറയാം, വേജസ് എന്ന് പറയാം, കൺസൾട്ടൻസി ഫീ എന്ന് പറയാം. ഇതൊക്കെ നെയിം ഡിഫറൻ്റ് ആണെങ്കിലും പക്ഷേ അതിൻ്റെ മീനിങ് എന്ന് പറയുന്നത് എന്തായിരിക്കും, സെയിം ആയിരിക്കും. എല്ലാം ഒരേ പ്രൈസിങ് തന്നെയാണ്, പക്ഷേ നെയിം വേറെ നെയിമിൽ അറിയപ്പെടുന്നു എന്ന് മാത്രമേ ഉള്ളൂ. നെക്സ്റ്റ്, ഒബ്ജക്റ്റീവ് ഓഫ് പ്രൈസിങ്. എന്തൊക്കെയാണ് പ്രൈസിങ് കൊണ്ടുള്ള ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത്? ഫസ്റ്റ്, ഏൺ ടാർജറ്റ് റേറ്റ് ഓഫ് റിട്ടേൺ. ടാർജറ്റ് റേറ്റ് ഓഫ് റിട്ടേൺ, ടാർജറ്റ് ചെയ്തിട്ടുള്ള റേറ്റ് ഓഫ് റിട്ടേൺ ഏൺ ചെയ്യാൻ പ്രൈസിങ് കൊണ്ട് സാധിക്കുന്നതാണ്. എന്താണ് റേറ്റ് ഓഫ് റിട്ടേൺ എന്ന് പറയുന്നത്? അതായത് നമുക്ക് കിട്ടുന്ന, കമ്പനിക്ക് കിട്ടുന്ന വരുമാനം അത് ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ട് ടാർജറ്റ് ചെയ്തിട്ടുള്ള, നമ്മൾ ലക്ഷ്യം വെച്ചിട്ടുള്ള അതേ റേറ്റ് ഓഫ് റിട്ടേൺ നമുക്ക് നേടാൻ വേണ്ടിയിട്ട് പ്രൈസിങ് കൊണ്ട് സാധിക്കുന്നതാണ്. നെക്സ്റ്റ്, പ്രോഫിറ്റ് മാക്സിമൈസേഷൻ. പ്രോഫിറ്റ് ഏറ്റവും മാക്സിമത്തിലേക്ക് എത്താൻ, അതേപോലെ തന്നെ കോസ്റ്റ് കുറച്ചുകൊണ്ട് ഏറ്റവും കൂടുതൽ പ്രോഫിറ്റ് നേടാൻ വേണ്ടിയിട്ട് നമുക്ക് പ്രൈസിങ് കൊണ്ട് സാധിക്കുന്നതാണ്. പ്രിവെൻറ്റിങ് കോമ്പറ്റീഷൻ. പ്രൈസിങ്ങിൻ്റെ മെയിനായിട്ടുള്ള ഒരു ഒബ്ജക്റ്റീവ് കൂടിയാണ് എന്ത്, കോമ്പറ്റീഷൻ പ്രിവെൻറ്റ് ചെയ്യുക, കോമ്പറ്റീഷൻ തടയുക. അതായത് കോമ്പറ്റീറ്റീവ് മാർക്കറ്റിൽ പ്രൈസിങ്ങിൽ ചേഞ്ചസ് വരുത്തിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും എന്ത് മാറ്റാൻ പറ്റും, കോമ്പറ്റീഷൻ പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റും, കോമ്പറ്റീഷനെ തടുത്ത് നിർത്താൻ പറ്റും. ഇൻക്രീസിങ് മാർക്കറ്റ് ഷെയർ. പ്രൈസിങ്ങിൽ ചേഞ്ചസ് വരുത്തിക്കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും, മാർക്കറ്റ് ഷെയർ ഇൻക്രീസ് ചെയ്യാൻ സാധിക്കും. മാർക്കറ്റിൽ ഹൈ പ്രൈസിങ് ആയിട്ടുള്ള പ്രൊഡക്റ്റാണ് തീർച്ചയായിട്ടും എന്തുണ്ടാവും, ആൾക്കാർ എന്ത് ചെയ്യും, ആ പ്രൊഡക്റ്റിൻ്റെ മാർക്കറ്റ് ഷെയർ വാങ്ങാൻ തയ്യാറാവും. പ്രൈസിങ്ങിൽ ചേഞ്ചസ് വരുത്തിക്കൊണ്ട് മാർക്കറ്റ് ഷെയർ ഇൻക്രീസ് ചെയ്യുക എന്നുള്ളതാണ് അടുത്ത ഒബ്ജക്റ്റീവായിട്ട് പറയുന്നത്. നെക്സ്റ്റ്, ക്രിയേറ്റ് പബ്ലിക് ഇമേജ്. നമ്മളുടെ പ്രൈസിൽ ചേഞ്ചസ് വരുത്തി കഴിഞ്ഞാൽ, പ്രൈസ് കുറച്ച് കഴിഞ്ഞാൽ അല്ലെങ്കിൽ കൂട്ടിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും എന്ത് സാധിക്കും, പബ്ലിക്കിനിടയിലുള്ള ഒരു ഇമേജ് ക്രിയേറ്റ് ചെയ്ത് കൊണ്ടുവരാൻ സാധിക്കും.
കുറഞ്ഞ വിലക്ക് ഹൈ ക്വാളിറ്റി പ്രൊഡക്ട്സ് കൊടുക്കുകയാണെങ്കിൽ, ആ കുറഞ്ഞ പ്രൈസിൽ ഹൈ ക്വാളിറ്റി പ്രൊഡക്ട്സ് കൊടുക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും പബ്ലിക്കിനിടയിൽ ഒരു ഇമേജ് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കുന്നതാണ്. നെക്സ്റ്റ്, ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസിങ് പ്രൈസിംഗ് ഡിസിഷൻസ്. Factors influencing pricing decisions are classified into two: internal factors and external factors. നമ്മൾ ഒരു പ്രൊഡക്റ്റിന് പ്രൈസ് ഫിക്സ് ചെയ്യുമ്പോൾ എന്തൊക്കെ ഫാക്ടേഴ്സാണ് പ്രൈസ് ഫിക്സ് ചെയ്യാനുള്ള ഡിസിഷൻ എടുക്കുമ്പോൾ കൺസിഡർ ചെയ്യേണ്ടത് എന്നാണ് നമ്മൾ അടുത്തതായിട്ട് പറയാൻ പോകുന്നത്. ഒരു പ്രൊഡക്റ്റിൻ്റെ പ്രൈസ് നമ്മൾ ഫിക്സ് ചെയ്യുമ്പോൾ, ആ പ്രൈസ് ഫിക്സ് ചെയ്യാനുള്ള തീരുമാനം എടുക്കുമ്പോൾ നമ്മൾ കുറേ ഫാക്ടേഴ്സ് കൺസിഡർ ചെയ്യണം, കുറേ ഘടകങ്ങൾ നമ്മൾ നോക്കണം. അത് ഏതൊക്കെയാണെന്നാണ് പറയുന്നത്. അത്തരം ഫാക്ടേഴ്സിനെ 2 ഫാക്ടേഴ്സായിട്ടാണ് അവർ ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത്. ഒന്നാമത്തത് ഇൻറ്റേർണൽ ഫാക്ടറും രണ്ടാമത്തത് എക്സ്റ്റേണൽ ഫാക്ടറും. ഫസ്റ്റ്, ഇൻറ്റേർണൽ ഫാക്ടേഴ്സ്. Internal factors are those factors within the control of the organization. ഒരു പ്രൊഡക്റ്റിൻ്റെ പ്രൈസ് ഫിക്സ് ചെയ്യുമ്പോൾ, അതിൻ്റെ ഡിസിഷൻ എടുക്കുമ്പോൾ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഓർഗനൈസേഷൻ്റെ ഉള്ളിലുള്ള കുറച്ച് ഫാക്ടേഴ്സാണ് ഇത് ഈ ഇൻറ്റേർണൽ ഫാക്ടേഴ്സ് എന്ന് പറയുന്നത്. ഓർഗനൈസേഷൻ്റെ ഉള്ളിലുള്ള കുറച്ച് ഫാക്ടേഴ്സാണ് എന്ത് പറയുന്നത്, ഇൻറ്റേർണൽ ഫാക്ടേഴ്സ് പറയുന്നത്. These factors are controllable. ഇത്തരത്തിലുള്ള ഓർഗനൈസേഷനുള്ളിലുള്ള ഇൻറ്റേർണൽ ഫാക്ടേഴ്സിനെ നമുക്ക് കൺട്രോൾ ചെയ്ത് വെക്കാൻ കഴിയും, കൺട്രോൾ ചെയ്യാൻ പറ്റുന്നതാണ്. ഇൻറ്റേർണൽ ഫാക്ടേഴ്സ് എന്ന് വെച്ചാൽ ഓർഗനൈസേഷൻ്റെ ഉള്ളിലുള്ള കുറച്ച് ഫാക്ടേഴ്സിനെയാണ് നമ്മൾ എന്ത് പറയുക, ഇൻറ്റേർണൽ ഫാക്ടേഴ്സ് എന്ന് പറയാം. അപ്പോൾ എക്സ്റ്റേർണൽ ഫാക്ടേഴ്സ് എന്ന് വെച്ചാൽ എന്തായിരിക്കും, ഔട്ട്സൈഡ് ദി ഓർഗനൈസേഷൻ, ഓർഗനൈസേഷൻ്റെ പുറത്തുള്ള കുറച്ച് ഫാക്ടേഴ്സിന് ഘടകങ്ങളെയാണ് നമ്മൾ എന്ത് പറയുക, എക്സ്റ്റേർണൽ ഫാക്ടേഴ്സ് എന്ന് പറയാം. ഓർഗനൈസേഷൻ്റെ ഉള്ളിലുള്ള ഫാക്ടേഴ്സിനെയാണ് നമ്മൾ എന്ത് പറയുക, ഇൻറ്റേർണൽ ഫാക്ടേഴ്സ് എന്ന് പറയാം. ഏതൊക്കെയായിരിക്കും ആ ഇൻറ്റേർണൽ ഫാക്ടേഴ്സ് എന്ന് നമുക്ക് നോക്കാം. ഫസ്റ്റ് ഇൻറ്റേർണൽ ഫാക്ടർ, ഒബ്ജക്റ്റീവ് ഓഫ് ദി ഫേം. There are several objectives such as getting target rate of return, profit maximization, building public image, etc. ഒന്നാമത്തെ ഇൻറ്റേർണൽ ഫാക്ടർ, അതായത് ഓർഗനൈസേഷൻ്റെ ഉള്ളിലുള്ള ഫാക്ടർ എന്ന് പറയുന്നത് എന്താണ്, ഒബ്ജക്റ്റീവ് ഓഫ് ദി ഫേം. ഓരോ ഓർഗനൈസേഷനെ സംബന്ധിച്ചിടത്തോളം എന്തുണ്ടായിരിക്കും, ആ ഓർഗനൈസേഷനിൽ ഒരു ഒബ്ജക്റ്റീവ് ഉണ്ടായിരിക്കും. ഒന്നല്ല, പലതരത്തിലുള്ള ഒബ്ജക്റ്റീവ്സ് ഉണ്ടായിരിക്കും. അതിൽ വരുന്ന ഒബ്ജക്റ്റീവ്സ് ആയിരിക്കും ഏതൊക്കെ, റേറ്റ് ഓഫ് റിട്ടേൺ കൂട്ടുക, അതായത് അവർ ടാർഗറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള റേറ്റ് ഓഫ് റിട്ടേൺ കൂട്ടുക. അതേപോലെ തന്നെ പ്രോഫിറ്റ് മാക്സിമൈസേഷൻ നടത്തുക. അതേപോലെ തന്നെ പബ്ലിക്കിനിടയിൽ ഒരു ഇമേജ് ബിൽഡ് ചെയ്യുക. ഇതൊക്കെ എന്താണ്, അതേപോലെ തന്നെ കോസ്റ്റ് കുറക്കുക, എന്നിട്ട് എന്ത് ചെയ്യുക, പ്രോഫിറ്റ് മാക്സിമത്തിലേക്ക് എത്തിക്കുക എന്നിങ്ങനെ പറയുന്ന കുറേ ഒബ്ജക്റ്റീവുകൾ ഒരു ഓർഗനൈസേഷനെ അല്ലെങ്കിൽ ഫേമിനെ സംബന്ധിച്ചിടത്തോളം ഉണ്ടായിരിക്കും. ഇത്തരത്തിലുള്ള ഒബ്ജക്റ്റീവുകളൊക്കെ അച്ചീവ് ചെയ്യുന്ന തരത്തിലുള്ള ഒരു പ്രൈസ് ആയിരിക്കണം ആ പ്രോഡക്റ്റിന് വേണ്ടിയിട്ട് നമ്മൾ ഫിക്സ് ചെയ്യുന്നുണ്ടാകേണ്ടത്. അപ്പോൾ ഈ ടാർഗറ്റ് റേറ്റ് ഓഫ് റിട്ടേൺ കിട്ടണം. നമ്മളൊരു പ്രൈസ്, ഈ പ്രൊഡക്റ്റിന് പ്രൈസ് ഫിക്സ് ചെയ്യുമ്പോൾ നമുക്ക് എന്തൊക്കെ നേടാൻ കഴിയണം, ഈ പറഞ്ഞിട്ടുള്ള ഒബ്ജക്റ്റീവൊക്കെ അച്ചീവ് ചെയ്യാൻ കഴിയുന്ന രീതിയിലുള്ളതായിരിക്കണം നമ്മൾ ഫിക്സ് ചെയ്യുന്ന പ്രൈസ്. നമ്മൾ ആ പ്രൊഡക്റ്റിൻ്റെ പ്രൈസ് ഫിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഏതൊക്കെ ഒബ്ജക്റ്റീവുകൾ അച്ചീവ് ചെയ്യാൻ പറ്റണം, ഈ ടാർഗറ്റ് റേറ്റ് ഓഫ് റിട്ടേൺ ഏൺ ചെയ്യാൻ പറ്റണം, പിന്നെ പ്രോഫിറ്റ് മാക്സിമൈസേഷൻ നടത്താൻ പറ്റണം, അതേപോലെ തന്നെ പബ്ലിക്കിനിടയിൽ ഇമേജ് ഉണ്ടാക്കാൻ കഴിയണം. ഇതൊക്കെ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു പ്രൈസ് ആയിരിക്കണം നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ആ പ്രൊഡക്റ്റിന് വേണ്ടിയിട്ട് ഫിക്സ് ചെയ്യേണ്ടത്. ആ നമ്മുടെ ഓർഗനൈസേഷൻ്റെ ഉള്ളിലുള്ള ഒബ്ജക്റ്റീവ് അച്ചീവ് ചെയ്യുന്ന തരത്തിലുള്ള ഒരു പ്രൈസ് ആയിരിക്കണം നമ്മൾ ആ പ്രൊഡക്റ്റിന് വേണ്ടിയിട്ട് ഫിക്സ് ചെയ്യേണ്ടത്. അതുകൊണ്ട് തന്നെ നമ്മൾ പ്രൈസ് ഫിക്സ് ചെയ്യുമ്പോൾ എന്തും കൂടി കൺസിഡർ ചെയ്യണം, ഈ ഓർഗനൈസേഷൻ്റെ ഒബ്ജക്റ്റീവ്സ് എന്തൊക്കെയാണ്, അത് അച്ചീവ് ചെയ്യുന്ന തരത്തിലാണോ നമ്മൾ ഫിക്സ് ചെയ്യുന്ന പ്രൈസ് എന്നൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. നെക്സ്റ്റ് ഇൻറ്റേർണൽ ഫാക്ടറാണ് കോസ്റ്റ് ഓഫ് ദി പ്രൊഡക്റ്റ്. നോർമലി പ്രൈസസ് ആർ ഫിക്സ്ഡ് ടു കവർ ദി കോസ്റ്റ് ആൻഡ് ഗിവ് എ റീസണബിൾ മാർജിൻ ഓഫ് പ്രോഫിറ്റ്. അതായത് ഒരു കോസ്റ്റ്, ഒരു ഓർഗനൈസേഷനെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രോഡക്റ്റ് ഉൽപ്പാദിപ്പിച്ച് മാർക്കറ്റിലേക്ക് എത്തുന്നതിനിടയ്ക്ക് കുറേ കോസ്റ്റുകൾ ഉണ്ടായിരിക്കും, ചിലവുകൾ ഉണ്ടായിരിക്കും. മെറ്റീരിയൽ വാങ്ങണം, ലേബർക്ക് ക്യാഷ് കൊടുക്കണം, ഓവർ ഹെഡ് എക്സ്പെൻസ് ഉണ്ടാവും, അഡ്മിനിസ്ട്രേറ്റീവ് ആൻഡ് സെല്ലിംഗ് എക്സ്പെൻസ് ഉണ്ടാവും. ഇത്തരത്തിലുള്ള കുറേ എക്സ്പെൻസുകൾ ഒരു പ്രൊഡക്റ്റ് ഉണ്ടാക്കിയെടുക്കുന്നതിനിടയ്ക്ക് ആ ഫേമിന് അല്ലെങ്കിൽ ഓർഗനൈസേഷന് ചിലവാകുന്നുണ്ട്, കുറേ തരത്തിലുള്ള കോസ്റ്റുകൾ ഉണ്ടാവും.
ആ കോസ്റ്റുകളൊക്കെ കവർ ചെയ്യുന്ന രീതിയിലുള്ളതായിരിക്കണം നമ്മൾ ആ പ്രോഡക്റ്റിനെ ഫിക്സ് ചെയ്യാൻ പോകുന്ന പ്രൈസ്. അതായത് ഒരു ഓർഗനൈസേഷൻ സംബന്ധിച്ചിടത്തോളം ഒരു പ്രൊഡക്റ്റ് ഉണ്ടാക്കുമ്പോൾ കുറേ കോസ്റ്റുകൾ ഉണ്ടാവാം. എക്സാമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഒരു സോപ്പ് ഉണ്ടാക്കുകയാണ്. ആ സോപ്പ് ഉണ്ടാക്കുമ്പോൾ ആ കമ്പനിക്ക് ഉണ്ടായിട്ടുള്ള ചിലവ് എന്ന് പറയുന്നത് എത്രയാണ്? ഒരു സോപ്പ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് 10 രൂപ ചിലവായിട്ടുണ്ട്. അപ്പോൾ ആ 10 രൂപ കവർ ചെയ്യുന്ന രീതിയിലായിരിക്കണം നമ്മൾ എന്ത് ചെയ്യുന്നത്? ഫിക്സ് ചെയ്യുന്ന പ്രൈസ്. ഒന്നുകിൽ നമുക്ക് എന്ത് ചെയ്യാം? ആ 10 രൂപ തന്നെ ആക്കാം നമുക്കെന്ത് പ്രൈസായിട്ട് ഫിക്സ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് പ്രോഫിറ്റ് ഉണ്ടാവില്ല, ലോസ് ഉണ്ടാവില്ല. അതിന് പകരം എന്ത് ചെയ്യാണ്? 10 രൂപയാണ് സോപ്പ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കോസ്റ്റ് ആയിട്ടുള്ളത്. അതിന് പകരം നമ്മൾ എന്ത് ചെയ്യാണ്? ഒരു 13 രൂപയാണ് പ്രൊഡക്റ്റിൻ്റെ പ്രൈസായിട്ട് നമ്മൾ ഫിക്സ് ചെയ്യുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ആ പറഞ്ഞിട്ടുള്ള കോസ്റ്റ് നമുക്ക് കവർ ചെയ്യാൻ പറ്റും. 13 രൂപ നമ്മൾ ആ പ്രൊഡക്റ്റിൻ്റെ പ്രൈസായിട്ട് ഫിക്സ് ചെയ്തു. അപ്പോൾ നമുക്ക് തീർച്ചയായിട്ടും എന്ത് കിട്ടും? 13 രൂപയിൽ 10 രൂപ നമ്മുടെ കോസ്റ്റ് കവർ ചെയ്ത് കിട്ടും. ബാക്കി വരുന്ന 3 രൂപ എക്സ്ട്രാ വരുന്ന 3 രൂപ നമുക്ക് എന്തായിട്ട് കിട്ടും? നമുക്ക് പ്രോഫിറ്റായിട്ട് കിട്ടും. നമ്മൾ പ്രൈസ് ഫിക്സ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട രണ്ടാമത്തെ കാര്യമാണ് എന്ത്? കോസ്റ്റ് ഓഫ് ദി പ്രൊഡക്റ്റ്. നമ്മൾ ആ പ്രൊഡക്റ്റ് ഉണ്ടാക്കുമ്പോൾ ചിലവായിട്ടുള്ള കോസ്റ്റ് എത്രയാണ്? ആ കോസ്റ്റ് കവർ ചെയ്യുന്ന രീതിയിലായിരിക്കണം നമ്മൾ പ്രൈസ് ഫിക്സ് ചെയ്യുമ്പോൾ കൺസിഡർ ചെയ്യേണ്ടത്. നെക്സ്റ്റ് ഇൻറ്റേർണൽ ഫാക്ടറാണ് ഓർഗനൈസേഷണൽ ഫാക്ടേഴ്സ്. ഓവറോൾ പ്രൈസിംഗ് സ്ട്രാറ്റജി ഫോർമുലേറ്റഡ് ബൈ മാനേജേഴ്സ് ക്യാൻ ഇൻഫ്ലുവൻസ് ദി പ്രൈസിംഗ് ഡിസിഷൻ. ഓർഗനൈസേഷൻ ഫാക്ടേഴ്സ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ന് വെച്ചാൽ ഓർഗനൈസേഷനിലെ പ്രൊഡക്റ്റിൻ്റെ പ്രൈസ് ഫിക്സ് ചെയ്യുന്നതും അതിൻ്റെ ഡിസിഷൻസ് എടുക്കുന്നതും അത് ഇംപ്ലിമെൻറ്റേഷൻ നടത്തുന്നതൊക്കെ ആരായിരിക്കും? ഈ ഓർഗനൈസേഷനിലുള്ള ടോപ്പ് എക്സിക്യൂട്ടീവ്സ് ആയിരിക്കും. അതേപോലെ തന്നെ മാനേജേഴ്സ് ആയിരിക്കും ഈ പ്രൈസിങ്ങിൻ്റെ ഡിസിഷൻസ് എടുക്കുന്നതും അതേപോലെ തന്നെ ഇത് ഇംപ്ലിമെൻറ്റേഷൻ നടത്തുന്നതൊക്കെ. അപ്പോൾ അവരുടെ ഓർഗനൈസേഷനിലുള്ള ആ ഫാക്ടേഴ്സ് അനുസരിച്ചായിരിക്കും എന്ത് നടക്കുക? ടോപ്പ് എക്സിക്യൂട്ടീവ് അല്ലെങ്കിൽ മാനേജേഴ്സൊക്കെ എടുക്കുന്ന തീരുമാനത്തിനനുസരിച്ചായിരിക്കും പ്രൈസിങ്ങിലുള്ള ചേഞ്ചസ് വരിക. അവരായിരിക്കും ടോപ്പ് ലെവലിൽ നിന്ന് എന്ത് തീരുമാനിക്കുക? എത്ര രൂപയാണ് ആ പ്രൊഡക്റ്റിന് പ്രൈസായിട്ട് ഫിക്സ് ചെയ്യേണ്ടത് എന്നുള്ള കാര്യങ്ങൾ അവരായിരിക്കും തീരുമാനിക്കുക. നെക്സ്റ്റ്, മാർക്കറ്റിംഗ് മിക്സ്. പ്രൈസ് ഈസ് വൺ ഓഫ് ദി എലമെൻറ്റ്സ് ഓഫ് മാർക്കറ്റിംഗ് മിക്സ്. നമ്മൾ എന്താണ് മാർക്കറ്റിംഗ് മിക്സ്, അതേപോലെ തന്നെ എന്തൊക്കെയാണ് മാർക്കറ്റിംഗ് മിക്സിലുള്ള എലമെൻറ്റ്സ് എന്നൊക്കെ പഠിച്ചിട്ടുള്ളതാണ്. എന്തൊക്കെയായിരുന്നു? പ്രൊഡക്റ്റ്, പ്രൈസ്, പ്ലേസ്, പ്രൊമോഷൻ. ഈ 4 പീസ് കൂടി ചേർന്നിട്ടുള്ളതാണ് മാർക്കറ്റിംഗ് മിക്സ് എന്ന് നമ്മൾ പഠിച്ചു. അതിൽ പെടുന്ന മാർക്കറ്റിംഗ് മിക്സിൽ പെടുന്ന ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു എലമെൻ്റാണ് ഇത് പ്രൈസ് എന്ന് പറയുന്നത്. അപ്പോൾ ഓരോ എലമെൻറ്റ്സും ഇൻ്റർ കണക്റ്റഡ് ആയിരിക്കും. അത് തമ്മിൽ കണക്റ്റഡ് ആയിട്ടാണ് ഉണ്ടാവുക. അപ്പോൾ പ്രൈസിങ് പോളിസിയിൽ ഉണ്ടാകുന്ന ചേഞ്ചസ് തീർച്ചയായിട്ടും മറ്റേ എലമെൻറ്റുകളെ തീർച്ചയായിട്ടും ബാധിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യണം? ഓരോ പ്രൈസിങ്ങിൽ തീരുമാനങ്ങൾ എടുക്കുമ്പോൾ, പ്രൈസിങ് ഡിസിഷൻ എടുക്കുമ്പോൾ മറ്റുള്ള എലമെൻറ്റ്സിനെ കൂടെ കൺസിഡർ ചെയ്യണം. അതായത് പ്ലേസിനെ, പ്രൊമോഷൻ ആക്ടിവിറ്റീസ്, ഇതിനൊക്കെ നമ്മൾ കൺസിഡർ ചെയ്തിട്ടാണ് എന്ത് ചെയ്യുക? പ്രൈസിങ്ങിനെ തീരുമാനങ്ങൾ എടുക്കുക. എത്ര പ്രൈസ് ഫിക്സ് ചെയ്യണം എന്നൊക്കെയുള്ള ഡിസിഷൻസ് എടുക്കുക. ഓരോ എലമെൻറ്റും ഇൻ്റർ കണക്റ്റഡ് ആണ്, തമ്മിൽ ബന്ധപ്പെട്ട് കിടക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഒരു പ്രൈസിങ് ഡിസിഷൻ എടുക്കുമ്പോൾ അതിനെ തീർച്ചയായിട്ടും മറ്റുള്ള ഫാക്ടേഴ്സിനെ അത് ബാധിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും എന്ത് ചെയ്യണം? പ്രൈസിങ്ങിൻ്റെ ഡിസിഷൻ എടുക്കുമ്പോൾ നമ്മൾ ഈ ഫാക്ടേഴ്സ് കൂടെ, ഈ എലമെൻറ്റ്സ് കൂടെ കൺസിഡർ ചെയ്യണം. നെക്സ്റ്റ്, പ്രൊഡക്റ്റ് ഡിഫറൻഷിയേഷൻ. പ്രൈസ് ഈസ് ഇൻഫ്ലുവൻസ്ഡ് ബൈ ദി ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ദി പ്രൊഡക്റ്റ്. നമുക്കറിയാം, ഒരു പ്രൊഡക്റ്റിനെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ സവിശേഷതകളിൽ, അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സുകളിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറിസ്റ്റിക്സ് ആണ് ഇത് പ്രൈസ് എന്ന് പറയുന്നത്. അപ്പോൾ ഒരു കൺസ്യൂമർ മാർക്കറ്റിൽ പോയി കഴിഞ്ഞാൽ ആ പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും അയാൾ കൺസിഡർ ചെയ്യുന്ന ഒരു ഫാക്ടറാണ് അല്ലെങ്കിൽ ഒരു ക്യാരക്ടറിസ്റ്റിക്സ് ആണ് എന്ത് പ്രൈസ് എന്ന് പറയുന്നത്. പല പ്രൊഡക്ട്സിനിടയിൽ നിന്നും നമ്മളുടെ പ്രൊഡക്ട്സിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ, തമ്മിൽ വ്യത്യാസപ്പെടുത്താൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? പ്രൈസിങ് കൊണ്ട് സാധിക്കുന്നുണ്ട്. അപ്പോൾ നമ്മളുടെ പ്രൊഡക്റ്റിനെ പല കോമ്പറ്റീറ്റീവ് മാർക്കറ്റുകളിൽ നിന്ന് ഡിഫറൻ്റ് ആക്കി മാറ്റാൻ പ്രൈസിങ് കൊണ്ട് സാധിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ പ്രൈസിങ്ങിൻ്റെ ഡിസിഷൻ എടുക്കുമ്പോൾ തീർച്ചയായിട്ടും എന്ത് കൺസിഡർ ചെയ്യണം? പ്രൊഡക്റ്റ് ഡിഫറൻഷിയേഷൻ എന്ന് പറയുന്നത് ഇതും കൂടി നമ്മൾ കൺസിഡർ ചെയ്യണം. എങ്ങനെ? ആ പ്രൈസ് ഫിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നമ്മളുടെ പ്രൊഡക്റ്റിനെ മാർക്കറ്റിൽ ഡിഫറൻ്റ് ആക്കി വെക്കാൻ കഴിയും. കസ്റ്റമേഴ്സിനെ അട്രാക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അവിടെ പ്രൊഡക്ട്സ് ഡിഫറൻഷിയേറ്റ് ചെയ്യും.
പ്രൊഡക്റ്റിനെ പല കോമ്പറ്റീറ്റേഴ്സിൻ്റെ പ്രൊഡക്റ്റിൽ നിന്നും നമ്മളുടെ പ്രൊഡക്റ്റിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്യും, തമ്മിൽ വ്യത്യാസപ്പെടുത്താൻ ശ്രമിക്കും. അതെങ്ങനെയൊക്കെയാണ് അവർ ശ്രമിക്കുക? പുതിയ സ്റ്റൈൽ ഇൻട്രൊഡ്യൂസ് ചെയ്യും, അതേപോലെ തന്നെ ബെറ്റർ ആയിട്ടുള്ള പാക്കേജ് ഇൻട്രൊഡ്യൂസ് ചെയ്യും. അപ്പോൾ അതൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ പ്രൊഡക്റ്റിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്യാൻ പറ്റും. അതേപോലെ തന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് എന്ത്? നമ്മുടെ പ്രൈസിൽ ചേഞ്ചസ് വരുത്തി കഴിഞ്ഞാൽ, ചില ഹൈ പ്രൈസ് ഫിക്സ് ചെയ്ത് കഴിഞ്ഞാൽ അല്ലെങ്കിൽ ലോ പ്രൈസ് ഫിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളുടെ പ്രൊഡക്റ്റിനെ എന്ത് ചെയ്യാൻ പറ്റും? മറ്റുള്ളവരുടെ കോമ്പറ്റീറ്റേഴ്സ് പ്രൊഡക്റ്റിൽ നിന്നും കസ്റ്റമേഴ്സിനെ അട്രാക്റ്റ് ചെയ്യാൻ സാധിക്കും. നെക്സ്റ്റ് ഇൻറ്റേർണൽ ഫാക്ടറാണ് പ്രൊഡക്റ്റ് ലൈഫ് സൈക്കിൾ. പ്രൈസ് ഈസ് വേരിഡ് അക്കോർഡിംഗ് ടു ദി സ്റ്റേജ് ഇൻ ദി ലൈഫ് സൈക്കിൾ. നമ്മൾ മുന്നേ പഠിച്ചിട്ടുള്ളതാണ് എന്ത്? പ്രൊഡക്റ്റ് ലൈഫ് സൈക്കിൾ. ഒരു പ്രൊഡക്റ്റിൻ്റെ ലൈഫിൽ കുറേ സ്റ്റേജസ് ഉണ്ട്. അതിനൊക്കെയാണ് നമ്മൾ എന്ത് പറഞ്ഞിട്ടുള്ളത്? പ്രൊഡക്റ്റ് ലൈഫ് സൈക്കിൾ എന്ന് പറഞ്ഞിട്ടുള്ളത്. ഫസ്റ്റ് ഇൻട്രൊഡക്ഷൻ സ്റ്റേജ് ഉണ്ട്, ഗ്രോത്ത് സ്റ്റേജ് ഉണ്ട്, മെച്യൂരിറ്റി സ്റ്റേജ് ഉണ്ട്, ഡിക്ലൈൻ സ്റ്റേജ് ഉണ്ട്. ഇങ്ങനെ നമ്മൾ പഠിച്ചതാണ്. ഓരോ സ്റ്റേജിലെത്തുമ്പോഴും നമ്മളുടെ പ്രൈസ് എന്തായിക്കൊണ്ടിരിക്കും? ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കും. പ്രൈസ് ഫിക്സ് ചെയ്യുമ്പോൾ നമ്മൾ എന്തും കൂടി കൺസിഡർ ചെയ്യണം? പ്രൊഡക്റ്റ് ലൈഫ് സൈക്കിളും കൂടി കൺസിഡർ ചെയ്യണം. ഓരോ സ്റ്റേജിലും നമ്മളുടെ പ്രൊഡക്റ്റിൻ്റെ പ്രൈസ് ഇങ്ങനെ വേരി ചെയ്തുകൊണ്ടിരിക്കും. നമ്മൾ പഠിച്ചിട്ടുണ്ട് ഇൻട്രൊഡക്ഷൻ സ്റ്റേജിൽ ഹൈ പ്രൈസ് ചാർജ് ചെയ്യാൻ പറ്റുമോ, ലോ പ്രൈസ് ആയിരിക്കും. അപ്പോൾ മെച്യൂരിറ്റി സ്റ്റേജിൽ ഹൈ പ്രൈസ്, അങ്ങനെ പഠിച്ചിട്ടുണ്ട്. ഓരോ സ്റ്റേജിലെത്തുമ്പോഴും നമ്മൾ എന്ത് ചെയ്യണം? പ്രൈസ് വേരി ചെയ്തുകൊണ്ടിരിക്കണം. അപ്പോൾ നമ്മൾ തീർച്ചയായിട്ടും ഒരു പ്രൊഡക്റ്റിൻ്റെ പ്രൈസ് ഫിക്സ് ചെയ്യുമ്പോൾ നമ്മൾ എന്ത് ശ്രദ്ധിക്കണം? ഈ പ്രൊഡക്റ്റ് ലൈഫ് സൈക്കിൾ ശ്രദ്ധിക്കണം. ഓരോ സ്റ്റേജിലും ഓരോ രീതിയിലുള്ള പ്രൈസ് ആയിരിക്കും നമ്മൾ ചാർജ് ചെയ്യേണ്ടത്. നെക്സ്റ്റ് സെക്കൻഡ് ഫാക്ടറാണ് ഇത് എക്സ്റ്റേണൽ ഫാക്ടേഴ്സ്. External factors are those factors which are beyond the control of an organization or outside the organization. നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ളതാണ് എക്സ്റ്റേണൽ ഫാക്ടേഴ്സ് എന്ന് വെച്ചാൽ എന്താണ്? ഓർഗനൈസേഷൻ്റെ കൺട്രോളിന് പുറത്തുള്ളത്, അതായത് ഓർഗനൈസേഷൻ്റെ ഔട്ട്സൈഡ് ആയിട്ടുള്ള പുറത്തുള്ള ഫാക്ടേഴ്സാണ് ഇത് എക്സ്റ്റേണൽ ഫാക്ടേഴ്സ് എന്ന് പറയുന്നത്. അത് ഏതൊക്കെയാണ് എക്സ്റ്റേണൽ ഫാക്ടേഴ്സ് എന്ന് നമുക്ക് നോക്കാം. ഫസ്റ്റ് പോയിന്റ്, ഡിമാൻഡ്. Market demand of the product is a major determining factor of its price. നമ്മൾ പഠിച്ചിട്ടുള്ളതാണ് എന്ത്? ഡിമാൻഡ് എന്ന് പറയുന്നത് എന്താണ്? പ്രൈസിനെ സ്വാധീനിക്കുന്ന ഒരു ഘടകം കൂടിയാണ് എന്ത്? ഡിമാൻഡ് എന്ന് പറയുന്നത്. ആ പ്രൊഡക്റ്റിന് ഡിമാൻഡ് തീരെ ഇല്ലെങ്കിൽ എന്ത് ചെയ്യേണ്ടി വരും? നമുക്ക് പ്രൈസ് കുറയ്ക്കേണ്ടി വരും. തീർച്ചയായിട്ടും നമുക്ക് എന്ത് ചെയ്യേണ്ടി വരും? പ്രൈസ് കുറച്ചാൽ മാത്രമേ എന്ത് സാധിക്കുള്ളൂ? ആൾക്കാർക്ക് ആ ഡിമാൻഡ് ക്രിയേറ്റ് ചെയ്ത് കൊണ്ടുവരാൻ സാധിക്കുള്ളൂ. നമ്മൾ പഠിച്ചിട്ടുള്ളതാണ് എന്ത്? ഡിമാൻഡ് കൂടുന്നതിനനുസരിച്ച് നമുക്ക് എന്ത് ചെയ്യാം? പ്രൈസ് കൂട്ടാം. പക്ഷേ ഡിമാൻഡ് കുറയുന്നതിനനുസരിച്ച് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? പ്രൈസ് കൂട്ടാൻ പറ്റുമോ? ഇല്ല, പ്രൈസ് കുറക്കേണ്ടി വരും. പ്രൊഡക്റ്റിൻ്റെ പ്രൈസ് ഫിക്സ് ചെയ്യുമ്പോൾ അതിനെ സ്വാധീനിക്കുന്ന അല്ലെങ്കിൽ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഫാക്ടറാണ് ഇത് ഡിമാൻഡ് എന്ന് പറയുന്നത്. ആ ഡിമാൻഡിനനുസരിച്ചാണ് നമ്മൾ എന്ത് ചെയ്യുക? പ്രൈസ് ഫിക്സ് ചെയ്യുക. പ്രൊഡക്റ്റിന് കാര്യമായിട്ടുള്ള ഡിമാൻഡ് ഇല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? പ്രൈസ് കൂട്ടിയൊന്നും വിൽക്കാൻ പറ്റില്ല. നമ്മൾ ആദ്യം ഹൈ പ്രൈസ് ചാർജ് ചെയ്തു, ഓട്ടോമാറ്റിക്കായിട്ട് എന്ത് സംഭവിക്കും? അവിടെ ഡിമാൻഡ് കുറയാൻ തുടങ്ങും. ഡിമാൻഡ് കുറഞ്ഞു തുടങ്ങിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്ക് എന്ത് ചെയ്തേ പറ്റുള്ളൂ? പ്രൈസ് കുറച്ചേ പറ്റുള്ളൂ. അപ്പോൾ പ്രൈസ് ഫിക്സ് ചെയ്യുമ്പോൾ നമ്മൾ കൺസിഡർ ചെയ്യേണ്ട ഒരു ഫാക്ടറാണ് ഇത് എക്സ്റ്റേണൽ ഫാക്ടറാണ് ഡിമാൻഡ് എന്ന് പറയുന്നത്. നെക്സ്റ്റ്, കോമ്പറ്റീഷൻ. എ മാർക്കറ്റർ ഹാസ് ടു കൺസിഡർ ദി പ്രൈസസ് ചാർജഡ് ബൈ കോമ്പറ്റീറ്റേഴ്സ് ഫോർ സെയിം പ്രൊഡക്റ്റ്. ഒരു പ്രൊഡക്റ്റിൻ്റെ പ്രൈസ് ഫിക്സ് ചെയ്യുമ്പോൾ അതിനെ സ്വാധീനിക്കുന്ന രണ്ടാമത്തെ എക്സ്റ്റേണൽ ഫാക്ടറാണ് ഇത് കോമ്പറ്റീഷൻ എന്ന് പറയുന്നത്. ഒരു മാർക്കറ്റിൽ ഹൈലി കോമ്പറ്റീറ്റീവ് ആയിട്ടുള്ള മാർക്കറ്റാണ്. അവിടെ നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന അല്ലെങ്കിൽ നമ്മളുടെ പ്രൊഡക്റ്റിൻ്റെ പ്രൈസ് ഹൈ പ്രൈസ് ചാർജ് ചെയ്യാണ്. തീർച്ചയായിട്ടും കോമ്പറ്റീറ്റേഴ്സ് എന്താ ചെയ്യുന്നത്? ലോ പ്രൈസാണ് ചാർജ് ചെയ്യുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ ഹൈ പ്രൈസ് ചാർജ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കറിയാം കൺസ്യൂമേഴ്സ് ഒരിക്കലും ആ പ്രൊഡക്റ്റ് വാങ്ങാൻ തയ്യാറാവില്ല. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യേണ്ടി വരും? കോമ്പറ്റീറ്റേഴ്സിനേക്കാൾ കുറവായിട്ടുള്ള പ്രൈസോ അല്ലെങ്കിൽ കോമ്പറ്റീറ്റേഴ്സ് ചാർജ് ചെയ്യുന്ന അതേ പ്രൈസോ നമുക്ക് ചാർജ് ചെയ്യേണ്ടി വരും. പ്രൈസ് ഫിക്സ് ചെയ്യുമ്പോൾ അതിനെ സ്വാധീനിക്കുന്ന ഒരു ഘടകം കൂടിയാണ് ഇത് കോമ്പറ്റീഷൻ എന്ന് പറയുന്നത്. അപ്പോൾ കോമ്പറ്റീറ്റേഴ്സ് ഫിക്സ് ചെയ്യുന്ന പ്രൈസിനനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും? നമ്മളുടെ പ്രൈസിലും ചേഞ്ചസ് വരുത്തേണ്ടി വരും. അപ്പോൾ നമ്മൾ ഒരു പ്രൈസ് ഫിക്സ് ചെയ്യുമ്പോൾ നമ്മൾ എന്തും കൂടി കൺസിഡർ ചെയ്യണം? കോമ്പറ്റീഷനും കൂടി കൺസിഡർ ചെയ്യണം. അടുത്ത എക്സ്റ്റേണൽ ഫാക്ടറാണ് ബയേഴ്സ്. ദി നാച്ചർ ആൻഡ് ബിഹേവിയർ ഓഫ് ബയേഴ്സ് ഓഫ് പ്രൊഡക്റ്റ് ഇൻഫ്ലുവൻസ് ദി പ്രൈസിങ് ഡിസിഷൻസ്. അടുത്ത ഒരു എക്സ്റ്റേണൽ ഫാക്ടറാണ് ഇത് ബയേഴ്സ് എന്ന് പറയുന്നത്, കസ്റ്റമേഴ്സ് എന്ന് പറയുന്നത്.
കസ്റ്റമേഴ്സിൻ്റെ നേച്ചറും ബിഹേവിയറും അനുസരിച്ച് എന്ത് മാറാം, ആ പ്രൊഡക്റ്റിൻ്റെ പ്രൈസിങ് ഡിസിഷനിൽ ചേഞ്ചസ് വരാം. കസ്റ്റമേഴ്സ് എന്താണ് ചെയ്യുന്നത്, ഹൈ പ്രൈസ് ചൂസ് ചെയ്യുന്ന കസ്റ്റമേഴ്സ് ആണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് എന്ത് ചെയ്യാം, ഹൈ പ്രൈസ് ചാർജ് ചെയ്യാം. നേരെ മറിച്ച് മാർക്കറ്റിലുള്ള കൺസ്യൂമേഴ്സ് എന്ന് പറയുന്നത് എന്താണ്, ലോ പ്രൈസിനെ പ്രിഫർ ചെയ്യുന്ന കൺസ്യൂമേഴ്സ് ആണെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും എന്തേ ചെയ്യാൻ പറ്റുള്ളൂ, ലോ പ്രൈസിനെ കൺസിഡർ ചെയ്യേണ്ടി വരും. മാർക്കറ്റിലുള്ള കൺസ്യൂമേഴ്സിനെ കൂടി നമ്മളെ പരിഗണിക്കേണ്ടി വരും. കൺസ്യൂമേഴ്സ് ഏത് ടൈപ്പ് കൺസ്യൂമേഴ്സ് ആണ്, ഹൈ പ്രൈസ് ചൂസ് ചെയ്യുന്ന കൺസ്യൂമേഴ്സ് ആണോ അല്ലെങ്കിൽ ലോ പ്രൈസ് ചൂസ് ചെയ്യുന്ന കൺസ്യൂമേഴ്സ് ആണോ, അവിടെ നാച്ചുറൽ ബിഹേവിയർ എന്തൊക്കെയാണെന്നൊക്കെ നമുക്ക് മനസ്സിലാക്കിയാൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, പ്രൈസിങ് ഡിസിഷൻ എടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ പ്രൈസിങ് ഡിസിഷൻ എടുക്കുമ്പോൾ നമ്മളെ കൺസിഡർ ചെയ്യുന്ന അല്ലെങ്കിൽ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഒരു ഫാക്ടർ കൂടിയാണ് ഇത് ബയർ എന്ന് പറയുന്നത്. നെക്സ്റ്റ് എക്സ്റ്റേണൽ ഫാക്ടറാണ് സപ്ലയേഴ്സ്. പ്രൈസസ് ചാർജ്ഡ് ബൈ സപ്ലയേഴ്സ് ഓഫ് റോ മെറ്റീരിയൽസ് ഹാവ് ഇൻഫ്ലുവൻസ് ദി പ്രൈസ് ഓഫ് എ പ്രൊഡക്റ്റ്. പ്രൊഡക്റ്റിൻ്റെ പ്രൈസ് ചാർജ് ചെയ്യുന്നതിൽ അല്ലെങ്കിൽ ഫിക്സ് ചെയ്യുന്നതിൽ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഫാക്ടർ കൂടിയാണ്, എക്സ്റ്റേണൽ ഫാക്ടർ കൂടിയാണ് ഇത് സപ്ലയർ എന്ന് പറയുന്നത്. അതായത് സപ്ലയേഴ്സ് എന്ന് വെച്ചാൽ നമ്മൾ പ്രൊഡക്റ്റ് ഉൽപ്പാദിപ്പിക്കാൻ വേണ്ടിയിട്ട് റോ മെറ്റീരിയൽസ് പർച്ചേസ് ചെയ്യുമ്പോൾ അവർ ചാർജ് ചെയ്തിട്ടുള്ള പ്രൈസ് ഹൈ ആണെങ്കിൽ തീർച്ചയായിട്ടും അത് നമ്മളുടെ പ്രൊഡക്റ്റിന് ചാർജ് ചെയ്യുന്ന പ്രൈസുമായിട്ട് ഇൻഫ്ലുവൻസ് ചെയ്യും, അതിനെ സ്വാധീനിക്കും. അതായത് നമ്മൾ സപ്ലയേഴ്സിന് കൊടുത്തിട്ടുള്ള ചാർജ്, അതായത് റോ മെറ്റീരിയൽസ് വാങ്ങുമ്പോൾ സപ്ലയേഴ്സിന് കൊടുത്തിട്ടുള്ള പ്രൈസ് എന്ന് പറയുന്നത് ഹൈ ആയിട്ടാണ് അവർ ചാർജ് ചെയ്തിട്ടുള്ളെങ്കിൽ നമ്മുടെ കോസ്റ്റ് തീർച്ചയായിട്ടും കൂടും. റോ മെറ്റീരിയൽ ചാർജ് കൂടിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും എന്ത് സംഭവിക്കാം, ആ പ്രൊഡക്റ്റ് ഉണ്ടാക്കാനുള്ള കോസ്റ്റ് കൂടാം. അപ്പോൾ കോസ്റ്റ് കൂടിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മൾ എന്ത് ചെയ്യണം, ആ പ്രൈസ് ആ കോസ്റ്റും കൂടി റിക്കവർ ചെയ്യുന്ന രീതിയിലായിരിക്കണം നമ്മൾ എന്ത് ചെയ്യേണ്ടത്, പ്രൈസ് ഫിക്സ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ആ കോസ്റ്റും കൂടി റിക്കവർ ചെയ്യുന്ന രീതിയിലായിരിക്കും പ്രൈസ് ഫിക്സ് ചെയ്യുക. അപ്പോൾ റോ മെറ്റീരിയൽസ് ചാർജ് ചെയ്യുന്ന പ്രൈസ്, സപ്ലയേഴ്സ് നമ്മളിൽ നിന്നും റോ മെറ്റീരിയൽസിന് വേണ്ടിയിട്ട് ചാർജ് ചെയ്യുന്ന പ്രൈസിനെ അപേക്ഷിച്ചിട്ടായിരിക്കും എന്തുണ്ടാവുക, നമ്മൾ പ്രൊഡക്റ്റിന് ചാർജ് ചെയ്യുന്ന പ്രൈസ് ഉണ്ടാവുക. നെക്സ്റ്റ് എക്സ്റ്റേണൽ ഫാക്ടറാണ് ഇക്കണോമിക് കണ്ടീഷൻസ്. ഇക്കണോമിക് കണ്ടീഷൻസ് പ്രിവെയിലിംഗ് ദി കൺട്രി എഫക്റ്റ് പ്രൈസിങ്. അതായത് കൺട്രിയിലുള്ള ഇക്കണോമിക് കണ്ടീഷൻസിൽ ചേഞ്ചസ് വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും എന്ത് സംഭവിക്കും, നമ്മുടെ പ്രൊഡക്റ്റിന് ചാർജ് ചെയ്യുന്ന പ്രൈസിൽ ചേഞ്ചസ് വരാം. അതായത് നമ്മുടെ ഇക്കണോമിക് സമ്പദ് വ്യവസ്ഥയിൽ എന്ത് വരികയാണ്, ഡിമോണിറ്റൈസേഷൻ അങ്ങനത്തെ കാര്യങ്ങൾ വരികയാണ്. അങ്ങനെ വരികയാണെങ്കിൽ തീർച്ചയായിട്ടും ആൾക്കാരുടെ കയ്യിൽ എന്തുണ്ടാവില്ല, പൈസ ഉണ്ടാവില്ല. അപ്പോൾ പൈസ ഇല്ലാത്ത കണ്ടീഷൻ ആകുമ്പോൾ ആൾക്കാർ തീർച്ചയായിട്ടും എന്ത് ചെയ്യില്ല, നമ്മൾ പ്രൊഡക്റ്റ് മാർക്കറ്റിൽ ഇൻട്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞാലും ആൾക്കാർ എന്ത് ചെയ്യില്ല, പ്രൊഡക്റ്റ് വാങ്ങാൻ തയ്യാറാവില്ല. ഹൈ പ്രൈസിലാണ് നമ്മൾ പ്രൊഡക്റ്റ് മാർക്കറ്റിലേക്ക് ഇറക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും കൺസ്യൂമേഴ്സ് ആരുടെ കയ്യിൽ പൈസ ഇല്ലാത്ത ടൈം ആകുമ്പോൾ, ഇക്കണോമിക് കണ്ടീഷൻ ബാഡായിട്ട് നിൽക്കുമ്പോൾ ആരും അത് പർച്ചേസ് ചെയ്യാൻ നിൽക്കില്ല. അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും, കുറഞ്ഞ ആൾക്കാരുടെ കയ്യിൽ പൈസ ഉള്ളൂ, കുറഞ്ഞ പൈസ ഉള്ളൂ എന്നുള്ള കണ്ടീഷൻ ആകുമ്പോൾ നമ്മൾ തീർച്ചയായിട്ടും എന്ത് ചെയ്യേണ്ടി വരും, നമ്മൾ ആ ഇക്കണോമിക് കണ്ടീഷൻ അനുസരിച്ച് നമ്മളുടെ പ്രൊഡക്റ്റിൻ്റെ പ്രൈസും ചേഞ്ച് ചെയ്യേണ്ടി വരും. തീർച്ചയായിട്ടും നമ്മൾ പ്രൈസ് കുറയ്ക്കേണ്ടി വരും. അത്തരം ഇക്കണോമിക് കണ്ടീഷനെ ബേസ് ചെയ്തുകൊണ്ടും നമ്മുടെ പ്രൊഡക്റ്റിനെ പ്രൈസ് ഫിക്സ് ചെയ്യാം. പ്രൊഡക്റ്റിൻ്റെ പ്രൈസ് ഫിക്സ് ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും സ്വാധീനിക്കുന്ന ഒരു ഘടകമാണ് എന്ത്, ഇക്കണോമിക് കണ്ടീഷൻ എന്ന് പറയുന്നത്. സമ്പദ് വ്യവസ്ഥയിലുണ്ടാകുന്ന ചേഞ്ചസ് എന്ന് പറയുന്നത് ഒരു ഫാക്ടറാണ്. നെക്സ്റ്റ് എക്സ്റ്റേണൽ ഫാക്ടറാണ് ഗവൺമെൻറ് റെഗുലേഷൻസ്. Pricing decisions are influenced by government regulations relating to prices. നമുക്കറിയാം ഗവൺമെൻറ്റിൻ്റേതായിട്ടുള്ള കുറേ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഉണ്ടായിരിക്കും. ആ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് പാലിച്ചുകൊണ്ടായിരിക്കണം നമ്മൾ തീർച്ചയായിട്ടും എന്ത് ചെയ്യേണ്ടത്, പ്രൈസിങ് ഫിക്സ് ചെയ്യേണ്ടത്. നമുക്കറിയാം ഒരു പ്രൊഡക്റ്റിൻ്റെ പ്രൈസ് ഫിക്സ് ചെയ്യുമ്പോൾ കുറേ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഗവൺമെൻറ് പറയുന്നുണ്ട്. അതായത് ഒരു പ്രൊഡക്റ്റിന് മാക്സിമം ഇത്ര പ്രൈസേ ചാർജ് ചെയ്യാൻ പാടുള്ളൂ. അപ്പോൾ ഒരു പ്രൊഡക്റ്റ് നമ്മൾ വാങ്ങുമ്പോൾ ആ പ്രൊഡക്റ്റിൽ പ്രിൻറ്റ് ചെയ്തിട്ടുണ്ടാവും എന്ത്, MRP. ആ MRP റേറ്റിൽ കൂടുതൽ ഒരു പ്രൊഡക്റ്റിനും കസ്റ്റമേഴ്സിൻ്റെ കയ്യിൽ നിന്നും ചാർജ് ചെയ്യാൻ പാടില്ല. അപ്പോൾ ആ MRPയിൽ കൂടുതൽ പ്രൈസ് അവർ ചാർജ് ചെയ്യാൻ പാടില്ല. അത് റൂൾസ് ആൻഡ് റെഗുലേഷനാണ് ഗവൺമെൻറ്റിൻ്റെ. അപ്പോൾ അത്തരത്തിലുള്ള കുറേ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഗവൺമെൻറ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതനുസരിച്ച് മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, പ്രൈസിങ് ഫിക്സ് ചെയ്യാൻ പറ്റുള്ളൂ. നമുക്കൊരു പ്രൊഡക്റ്റിനെ വല്ലാതെ പ്രൈസ് കൂട്ടിയിട്ടൊന്നും വിൽക്കാൻ സാധിക്കില്ല. അവർ പറയുന്ന ഗവൺമെൻറ്റിൻ്റെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് പാലിച്ചുകൊണ്ട് മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, നമ്മളുടെ പ്രൊഡക്റ്റിൻ്റെ പ്രൈസിങ് ഫിക്സ് ചെയ്യാൻ സാധിക്കുള്ളൂ. അപ്പോൾ
ഗവൺമെൻറ് റെഗുലേഷൻ എന്ന് പറയുന്നത് എന്താണ്? ഒരു പ്രൈസ് ഫിക്സ് ചെയ്യുമ്പോൾ നമ്മളെ സ്വാധീനിക്കുന്ന അല്ലെങ്കിൽ പ്രൈസിങ്ങിൻ്റെ ഡിസിഷനെ സ്വാധീനിക്കുന്ന ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഒരു ഘടകം കൂടിയാണ് എന്ത്? ഗവൺമെൻറ് റെഗുലേഷൻസ് എന്ന് പറയുന്നത്.